ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ കുറച്ച് ബുക്സിൻ്റെ കളക്ഷൻസുകൾ നിങ്ങളെ കാണിക്കാം കേട്ടോ. ഇതെൻ്റെ പ്രിയ ഗുരു അദ്നാൻ ഹാദിയുടെ ബുക്കാണ്. ഇത് എൻ്റെ പ്രിയപ്പെട്ട ഗുരു റഫീഖ് സാറിൻ്റെ ബുക്കാണ്. ഇനി ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതെൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ച് തന്നിട്ടുള്ള ബുക്കുകളാണ്. ഞാൻ ഇത്രയധികം ബുക്കുകളൊന്നും വായിക്കുന്ന ആളായിരുന്നില്ല, പക്ഷേ ഞാൻ വായിച്ചു തുടങ്ങി. ഈ വായനയിലൂടെ ഒരുപാട് അറിവുകൾ നേടാൻ സാധിച്ചു എന്നുള്ളതാണ്. ഈ ലോകത്ത് ഇത്രയധികം അറിവുകൾ ഉണ്ടായിരുന്നോ? ഓരോന്നും ഓരോ കാര്യങ്ങളെക്കുറിച്ചുള്ളതായിരുന്നു. ജീവിതത്തിൻ്റെ വിജയത്തിലേക്ക് എത്തിക്കാനുള്ള കുറേയധികം ബുക്കുകൾ. ഇതെല്ലാം ഞാൻ വായിച്ചു തീർത്തതാണ് കേട്ടോ. പക്ഷേ ഇനിയും അത് റിപ്പീറ്റഡ്ലി വായിച്ചു കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മളിലേക്ക് എത്തുകയുള്ളൂ എന്നുള്ളതാണ്. ഇതിലേറ്റവും പഴക്കം ചെന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും അധികം ഞാൻ ഉപയോഗിക്കുന്നൊരു ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡാണ്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. കാരണം അതിൽ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അഫർമേഷൻസുകളായിട്ട് നമ്മുടെ ലൈഫിൽ ഏതൊക്കെ പാറ്റേൺസിൽ എന്തൊക്കെ ആവശ്യമുണ്ടോ അതിൻ്റെ എല്ലാ കാര്യങ്ങളും അതിലടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നീട് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഒരു ബുക്കാണ്, വിസ്മയ പുലരി. എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചൊരു ബുക്കാണിത്. ഇത് എത്ര തവണ വായിച്ചു എന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. അതേപോലെ ഇഷ്ടപ്പെട്ടൊരു ബുക്കാണ്. അടുത്തത് ഏതാണെന്നറിയോ? ദ ആൽക്കമിസ്റ്റ്. അതൊരു 3-4 തവണ ഞാൻ വായിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഓരോ കോട്സുകളും എനിക്ക് മനഃപ്പാഠമാണെന്നുള്ളതാണ്. ഒരുപാട് ഇഷ്ടമുള്ള ബുക്കുമാണ്. ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ബുക്ക് ഏതാണെന്നറിയാമോ? ഇതാണ് ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ബുക്ക്. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് ഏവർക്കും ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടി, ഈ ഒരു ബുക്കുണ്ടല്ലോ, ഇതിൽ എന്തുമാത്രം ടിപ്സുകൾ ഉണ്ടെന്നറിയാമോ? എത്രയധികം ടൂൾസുകൾ ഉണ്ടെന്നറിയാമോ? ഒന്ന് വായിച്ചു നോക്കിയേ. 21 ദിവസവും 21 കാര്യങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ അതിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു സോ മച്ച്.